ഗോപാല, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്കൊന്നും കാണുന്നേയില്ലല്ലോ. രാജീവാ, എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ ദൂരദർശനിലെ കൃഷിദ്വീപൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ബയ്യയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതാണ് ഗായ്സ് ബയ്യയുടെ വീടിന്റെ പുറകുവശം. ഇത് ബയ്യയുടെ ഫാദറിന്റെ ഇഷ്ടിക ഫാക്ടറിയാണ്. വീടൊക്കെ ചെറുതാണെങ്കിലും വലിയ ഇഷ്ടിക ഫാക്ടറി ഒക്കെ സ്വന്തമായിട്ടുണ്ട്. ഒരുപാട് വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. രാവിലെ മുതലേ ഇവിടെ ഇഷ്ടിക കളത്തിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ബയ്യക്ക് സ്വന്തമായിട്ട് പശുക്കളും. ഇത് ബയ്യയുടെ കുളമാണ്. മീനൊക്കെ ഇവിടുത്തെ കുളത്തിൽ നിന്ന് തന്നെയാണ് ആൾക്കാർ പിടിക്കുന്നത്. ഇത് ബയ്യയുടെ ഫാദർ മീൻ പിടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇത് ബയ്യയുടെ വീട്ടിലുള്ള മീൻ വളർത്തുന്ന കുളമാണ്. 2-3 കുളങ്ങളുണ്ട്. ഇതൊരു ചെറിയ കുളമാണ്. എന്നിരുന്നാലും 13 സെന്റോളം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വലിപ്പം. ബയ്യയുടെ ഫാദർ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബയ്യയുടെ ഫാദർ ജി വല എറിഞ്ഞിട്ടുണ്ട്. വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മീൻ നമുക്ക് പൊരിച്ച് തിന്നാം. പിടിച്ച മീനൊക്കെ കുളത്തിലേക്ക് തന്നെ കളഞ്ഞിട്ടുണ്ട് ഗായ്സ്. ചെറുതായതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗായ്സ്, ബയ്യയുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കിടിലം ഫുഡ് ഗായ്സ്. ഇതിനു മുൻപ് ത്രിപുര അതേപോലെ തന്നെ മിസോറാമിൽ നിന്നും എനിക്ക് ലഭിക്കാത്ത ഭയങ്കര സ്വീകരണമാണ് ഗായ്സ്. ബയ്യ ഞെട്ടിച്ചു. നോക്കൂ ഗായ്സ്, അടിപൊളി ഫുഡാണ്. ബീഫ് റോസ്റ്റ്, റൊട്ടി, ചപ്പാത്തി, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഗായ്സ്. ബയ്യയുടെ വീട്ടിലെ ഓൺ പ്രൊഡക്ഷൻ. സൂപ്പർ കിടിലം ഫുഡ്. കിടിലൻ ഗായ്സ്.